ഇതിനെന്താ പറയുന്നത്? ചിക്കൻ ചിക്കൻ ഒറ്റ ഐറ്റമാണ് നമ്മളല്ല. ഇതിനകത്ത് എണ്ണയൊന്നും ചേർക്കത്തില്ല. ഇതിനകത്ത് എന്തൊക്കെയാ വരുന്നത്? മസാല പാലക്കച്ചീര, മല്ലിയില, പുതിന, പിന്നെ പച്ച, കുരുമുളക്, കുരുമുളക്, എന്താ പറയാ, പിന്നെ നമ്മുടെ ഒരു കാട് ജീരകം എന്ന് പറഞ്ഞിട്ട് അത് ജീരകമുണ്ട്, അതും പിന്നെ ഇഞ്ചി ചേർത്തിട്ടാണ് ഉള്ളൊരു സ്പെഷ്യൽ ഐറ്റം ആണല്ലേ. ഇതിന് എത്ര രൂപയാണ് നമ്മൾ വാങ്ങിക്കുന്നത്? ഒരാൾക്ക് കൊടുക്കുന്നത് 200 രൂപ. 200-ന് കൊടുക്കുന്നുണ്ട്. ഈ ചിക്കൻ മാത്രമേ ഉള്ളൂ? അതാ വേറെ എന്തെങ്കിലുമൊക്കെ ഐറ്റംസ് ഉണ്ടോ നമുക്ക്? അത് പിന്നെ ഇത്ര ഞങ്ങൾ ചിക്കന്, ഇലകള് ഇതൊക്കെ വാങ്ങി എടുക്കുമ്പോൾ ഞങ്ങൾക്ക് അതിൻ്റെ വില കൂടി ഇട്ടാണ് നമ്മൾ 200 രൂപ വാങ്ങിക്കുന്നത് അല്ലേ. നമുക്ക് ചിക്കനിനപ്പുറം വേറെ എന്തൊക്കെയാ ഉള്ളത്? ദോശയും ചിക്കനും മാത്രമേ ഉള്ളൂ? അത് ഉണ്ട്, അത് ഞങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല. ഇന്ന് പായസം ഉണ്ടാകുന്നത് ഇന്നലെ, അപ്പോൾ പായസം ആയില്ല. അതിന് ചിക്കൻ വെന്തിട്ട് പാത്രം മുളയരി പായസമാണോ? മുളയരി പായസം. അതെ അല്ലേ. അതിന് കുറച്ച് കഴിഞ്ഞിട്ട് നൈറ്റ് ഒരു 8 മണിയാകുമ്പോൾ ആവും. അതെ. ഈ ഇപ്പം എത്ര ദിവസമായി നമ്മളിവിടെ വന്നിട്ട്? 3-ാമത്തെ ദിവസമാണോ? അതാ എങ്ങനെയുണ്ട് ഇവിടെ വന്നിട്ട്? നമുക്ക് നല്ല അത്യാവശ്യം ആൾക്കാർ അറിഞ്ഞൊക്കെ വരുന്നുണ്ടല്ലേ. ഈ നമ്മുടെ വനസുന്ദരി ചിക്കൻ കഴിക്കാൻ വേണ്ടി തന്നെ ആൾക്കാർ വരുന്നതാണെന്ന് തോന്നുന്നു. നിങ്ങൾ ശരിക്കും എവിടെയാണ്? അട്ടപ്പാടി ഗോത്ര വിഭാഗത്തിൽപ്പെട്ട ഇതാണല്ലേ. ഏതിലെയാണ്? ഏത് വിഭാഗത്തിൽപ്പെട്ടവരാണ്? പട്ടികജാതി. പളനിസ്വാമി, നഞ്ചിയമ്മ അടുത്ത് തന്നെയാണ്. ഞാൻ നഞ്ചിയമ്മയുടെ വീട്ടിൽ വന്നിട്ടുള്ള ഞങ്ങള്. വഴി തന്നെയാണല്ലേ. 1.5 ചേച്ചിയുടെ പേരെങ്ങനെയാണ്? റേസി. എത്ര പേരുണ്ട് നിങ്ങൾ അവിടെ നിന്ന്? 4 പേരാണ് ഇവിടെ വന്നിട്ടുള്ളത് അല്ലേ. 4 വനിതകളാണ്. വേറെ എവിടെയൊക്കെ നമ്മൾ ഈ ഫെസ്റ്റിന് പോയിട്ടുണ്ട്? കേരളത്തിന് പുറത്ത് പോയിട്ടുണ്ടോ? പോയിട്ടുണ്ട്. ഇന്ത്യക്ക് പുറത്ത് പോയിട്ടുണ്ടോ? പോയിട്ടുണ്ടല്ലേ. പുഴുങ്ങിയെടുക്കുകയാണ്. ആണല്ലേ. ചേച്ചിയുടെ പേരെങ്ങനെയാണ്? കാളി. എങ്ങനെയുണ്ട്? തണ്ണീർക്കത്ത് വന്നിട്ട് എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടു. സന്തോഷമായി